ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഒബ്സർവ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇൻട്രാഡേ ടെക്നിക്സ് തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇൻട്രാഡേ ടെക്നിക്സിൽ 15 മിനിറ്റിൻ്റെ ഒരു സിനാരിയോ ഉണ്ട്. 15 മിനിറ്റ് ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബൈ ചെയ്യാമെന്നും ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെല്ല് ചെയ്യാമെന്നുമുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു സിനാരിയോ ഉണ്ട്. അപ്പോൾ ഞാനത് പല സ്റ്റോക്കുകളിലും അപ്ലൈ ചെയ്ത് നോക്കി. അതിൽ ഒരു സ്റ്റോക്കിൽ വളരെ പെർഫെക്റ്റായിട്ട് കിട്ടി. അപ്പോൾ കിട്ടിയ സംഭവം നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും നാളും അത് കിട്ടി എന്ന് വെച്ച് ഇനി കിട്ടണമെന്നൊന്നുമില്ല. ഫ്യൂച്ചറിൻ്റെ കാര്യം നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ ഇനി കിട്ടണമെന്നില്ല. ഞാനത് പല പ്രാവശ്യം എൻ്ററൊക്കെ ചെയ്തായിരുന്നു. അതായത് നമ്മൾ ബൈ പ്രൈസ് സെൽ പ്രൈസൊക്കെ ഇട്ടിട്ട് പോയാൽ മതി. അത് ഓട്ടോമാറ്റിക് ആ ഒരു സ്ഥലം എത്തുമ്പോഴത്തേനും അത് എൻ്റർ ആയിക്കോളും. അപ്പം അങ്ങനെ എൻ്ററൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ ആ ഒരു സംഭവം കൂടെയും ഒന്ന് മെൻഷൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ സ്റ്റോക്ക് കാനറ ബാങ്കാണ്. കാനറ ബാങ്കിൽ ഇത് കറക്റ്റായിട്ട് വർക്കാവുന്നുണ്ട്. അപ്പോൾ കാനറ ബാങ്കിൻ്റെ 5 മിനിറ്റ് ചാർട്ടാണ് നിങ്ങളീ കാണുന്നത്. ഓക്കെ, കാനറ ബാങ്കിൻ്റെ 5 മിനിറ്റ് ചാർട്ട്. ഇതിൽ നമുക്ക് ഈ മാസത്തെ കഴിഞ്ഞ മാസം ഞാൻ ചെക്ക് ചെയ്തായിരുന്നു. ഡിസംബർ മാസത്തെയും ചെക്ക് ചെയ്തായിരുന്നു. നവംബർ മാസത്തെ പകുതി വരെ ചെക്ക് ചെയ്തായിരുന്നു. അപ്പോഴത്തേനും മടുത്തുപോയി. അത് കഴിഞ്ഞ് ഇതിപ്പോൾ ഈ മാസത്തെയും ഫുൾ ചെക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് വീഡിയോയിൽ ഏകദേശം ഇത് തന്നെ കുറച്ച് ദിവസമുണ്ട്, ഒരു 10-12 ദിവസം കാണുമായിരിക്കും. ഇത് തന്നെ ചെക്ക് ചെയ്യൽ വലിയ നീളമായി പോകും. നമുക്ക് 1-2 മാസം ഒന്നും ചെക്ക് ചെയ്യൽ നടക്കില്ല വീഡിയോയിൽ. ബാക്കി നിങ്ങൾ നോക്കിയാൽ മതി. ഞാൻ ഇത് ചെക്ക് ചെയ്ത് എന്തായാലും ഇനിയിപ്പോൾ ഇത് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഞാനിത് ചെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സംഭവം എല്ലാം നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്കത് നോക്കാം. ഇത് 1-ാം തീയതിയാണ്, 1/1/2019 കാനറ ബാങ്കിൻ്റെ 5 മിനിറ്റിലെ ഗ്രാഫാണ്. അപ്പം 5 മിനിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് 15 മിനിറ്റ് കിട്ടണമെങ്കിൽ ആദ്യത്തെ 3 ക്യാൻഡിൽസ് എടുക്കണം. 1, 2, 3 ഈ 3 ക്യാൻഡിൽസ് എടുക്കണം. ഇവിടെ നമുക്ക് ഹൈയും ലോയും ഒന്ന് മാർക്ക് ചെയ്തിടാം. ഓക്കെ, 3 മിനിറ്റ് ക്യാൻഡിൽ, 5 മിനിറ്റ് ക്യാൻഡിൽ, ഇത് ഹൈ, 2 മൂന്നാമത്തെ ക്യാൻഡിൽ, 2, 3 ക്യാൻഡിൽ കൺസിഡർ ചെയ്യുക. അപ്പോൾ അതിലെ ലോ. ഇപ്പോൾ ഇത് ഏകദേശം നമ്മൾ 15 മിനിറ്റ് ക്യാൻഡിൽ എൻ്റെ ഹൈയും ലോയും മാർക്ക് ചെയ്ത പോലെയാണ്. 15 മിനിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഈ 15 മിനിറ്റ് എടുക്കാം. 15 മിനിറ്റ് എടുത്ത് ക്യാൻഡിൽ എടുത്തും ചെയ്യാം. അപ്പോൾ ഈ 10 മണി എന്നുള്ളത് കിട്ടില്ല. ഇവിടെ 10 മണിക്ക് ഭയങ്കര പ്രാധാന്യമുണ്ട്. 10 മണി കഴിഞ്ഞാണ് നമ്മൾ എൻട്രി ചെയ്യേണ്ടത്. വളരെ പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഒബ്സർവ് ചെയ്തതിൽ 10 മണി കഴിഞ്ഞ് എൻട്രി ചെയ്താലാണ് സക്സസ് റേഷ്യോ കൂടുതൽ. ഇത് തന്നെ ഇപ്പം നോക്കുക, 10 മണിയിലത്തെ ക്യാൻഡിലാണ് ഈ പച്ച ക്യാൻഡിൽ, 10 മണിയിലത്തെയാണ്. അപ്പോൾ ഈ 10 മണിയിലത്തെ ക്യാൻഡിലിൽ ഒരു സെല്ല് പോകുന്നുണ്ട്, താഴേക്ക് പോകുന്നുണ്ട്. നമ്മൾ 10 മണി കഴിഞ്ഞിട്ട് എൻട്രി ചെയ്യുന്നത്. ഇപ്പോഴത്തെ 10:05 ക്യാൻഡിൽ കാണാം. 10 മണിയിലെ ക്യാൻഡിൽ ഫുൾ കംപ്ലീറ്റ് ആയി. അടുത്ത ക്യാൻഡിൽ 10:10-നും 10:05-നും ഇടയ്ക്കുള്ള ക്യാൻഡിൽ ഇവിടെ രൂപം കൊള്ളുന്നതാണ്. അപ്പോൾ 10 മണി കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ എൻട്രി ചെയ്യാവുള്ളൂ. അതിന് മുമ്പ് ഏത് എൻട്രി കിട്ടിയാലും എടുക്കരുത്. അപ്പോൾ 10 മണി കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒരു എൻട്രി കിട്ടിയിട്ടില്ല. 10 മണി കഴിഞ്ഞിട്ടേ നമ്മൾ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങാവുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ 10 മണി കഴിഞ്ഞ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന തുടങ്ങിയപ്പോൾ ക്യാൻഡിൽ മുകളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കണ്ടു. ഇങ്ങനെ മുകളിലേക്ക് പോയി ഇവിടെ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഏകദേശം ബ്രേക്ക് ആവുമെന്ന്. അപ്പോൾ ബ്രേക്ക് ആകുന്നതിന് മുമ്പ് തന്നെ നമുക്കിവിടെ ഒരു ഓർഡർ ഇടണം. ഇവിടെ ഒരു ബൈ ഓർഡർ ഇടണം. മുകളിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലായി. നമുക്കിവിടെ ഒരു ബൈ ഓർഡർ ഇടണം. സ്റ്റോപ്പ് ലോസ് ബൈ ഓർഡറാണ് ഇടേണ്ടത്. അപ്പോൾ ഇവിടെ നേരെ കയറി ബൈ ചെയ്യരുത്. ബൈ ചെയ്ത് കഴിഞ്ഞ് ഈ താഴത്തെ പ്രൈസിനെല്ലാം കിട്ടും. നമുക്ക് ഹൈയുടെ എബോവ്, ഇപ്പോൾ ഹൈ എത്രയാണ്? 276.65. 276.65 ഇതിൻ്റെ ഹൈ വന്നേക്കുന്നത്. അപ്പോൾ 276.65 എന്നുള്ളത് 75-80, ഒരു 10-15 പൈസ മുകളിൽ, 15, 20, 25 ഇടാം, നോ പ്രോബ്ലം. അപ്പോൾ നമുക്കിവിടെ ഒരു 10-15 പൈസ മുകളിൽ നമുക്കിവിടെ ഒരു എൻട്രി ഇടണം. അപ്പോൾ സ്റ്റോപ്പ് ലോസ് എൻട്രിയാണ് നമ്മൾ ഇടേണ്ടത്. അത് ഇടേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ബൈ ആണ് നമുക്ക് വേണ്ടത്. കാനറ ബാങ്കിൻ്റെ ബൈ എടുത്തു. ഇവിടെ മാർക്കറ്റ് കാണാം. CNC അല്ലല്ലോ, MIC ആണ്. നമ്മൾ ഇൻട്രാഡേ ആണ് ചെയ്യുന്നത്. MIC മാർക്കറ്റ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യരുത്. ലിമിറ്റ് കാണാം, അതിലും ക്ലിക്ക് ചെയ്യരുത്. നമ്മൾ SL, ഈ സ്റ്റോപ്പ് ലോസ്, ഇതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഓർഡർ ഇടേണ്ടത്. അപ്പോൾ ഇവിടെ എത്രയാണ് ക്വാണ്ടിറ്റി എന്ന് കൊടുക്കുക. ഇവിടെ പ്രൈസ് എത്രയാണെന്ന് കൊടുക്കുക. ഓക്കെ, ഇവിടെ 2 പ്രൈസ് കൊടുക്കണം. 2 പ്രൈസ് ഒരേ പ്രൈസ് കൊടുക്കാം. അല്ലെങ്കിൽ ഒന്ന് വലുതും ഒന്ന് ചെറുതും ആയിരിക്കണം ട്രിഗർ പ്രൈസ്.
ആൻഡ് പ്രൈസ്, ഈ രണ്ടെണ്ണം, അല്ലെങ്കിൽ ഒരേ പ്രൈസ് കൊടുക്കാം. ഓക്കെ, നമ്മൾ ഒരേ പ്രൈസ് കൊടുത്തു എന്ന് വിചാരിക്കാം. എത്രയായിരുന്നു നമ്മുടെ പ്രൈസ്? 276.65. അപ്പോൾ 276.80 വെച്ചിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ കൊടുക്കാം. 276.8 ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. അതേ പ്രൈസ് തന്നെ ഇവിടെ കൊടുത്താലും മതി. 276.8. അപ്പം ഈ പ്രൈസ് വന്നാൽ മാത്രമേ ഈ നമ്മുടെ ബൈ എക്സിക്യൂട്ട് ആവുള്ളൂ. ഇതിൻ്റെ താഴെ ഏത് പ്രൈസിലാണെങ്കിലും ബൈ എക്സിക്യൂട്ട് ആവില്ല. ഈ പ്രൈസ് വരണം. ഈ പ്രൈസ് വന്നു കഴിഞ്ഞാൽ എക്സിക്യൂട്ട്. അപ്പോൾ ഇവിടെ ബൈ കൊടുത്താൽ മതി, ഇനിയൊന്നും ചെയ്യാനില്ല, ഇവിടെ ബൈ കൊടുത്താൽ മതി. അപ്പോൾ ഞാനത് ക്യാൻസൽ ചെയ്യുന്നു. ഓഫ്ലൈൻ മാർക്കറ്റാണ്, ക്യാൻസൽ ചെയ്യുന്നു. ഓക്കെ, അപ്പം എന്ത് സംഭവിക്കും നമുക്കിവിടെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. ഏകദേശം ടാർജറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ എത്രയാണ്. അപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് എത്രയാണെന്നല്ലേ? സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ലോയിൻ്റെ താഴെയാണ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. ഈ ലോയിനെ കഴിഞ്ഞ് ഒരു 10-20 പൈസ താഴെ, 15-20 നോക്കിയിട്ട് 10-20 പൈസ താഴെയാണ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. അപ്പം ഇത്രയും ഒരു ഗ്യാപ്പ് ആ ഗ്യാപ്പിൻ്റെ മുകളിൽ പോയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഹൈ. എൻ്റെ ഹൈ നോക്കിക്കേ. ഇതിൻ്റെ ഹൈ നോക്കുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസിനെ കഴിഞ്ഞും അതിനെ കഴിഞ്ഞും മുകളിൽ പോയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ടാർഗറ്റ് അച്ചീവായി. അപ്പോൾ 1-ാം തീയതിയിൽ നമ്മൾ എൻട്രി ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് പ്രോഫിറ്റ് കിട്ടിയത്. അത് നമുക്ക് ഇവിടെ ഒന്ന് എത്ര പ്രോഫിറ്റ് എത്ര ലോസ് കിട്ടുമെന്ന് നമുക്ക് നോക്കണമല്ലോ. അപ്പോൾ ഈ പ്രോഫിറ്റ് ആണ് എന്നുള്ളത് നമുക്ക് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. പ്രോഫിറ്റ്. ഓക്കെ, 1-ാം തീയതി നമുക്ക് പ്രോഫിറ്റാണ്. നെക്സ്റ്റ് നമുക്ക് 2-ാം തീയതിയിലേക്ക് പോവാം. അപ്പോൾ ഈ വരയെല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. 2-ാം തീയതിയിൽ പുതിയ വരയാണ് വരയ്ക്കേണ്ടത്. നമ്മൾ 2-ാം തീയതിയിലെത്തി. ഗ്രാഫ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടെ. ഓക്കെ, 1-2 തീയതി. അപ്പം ഫസ്റ്റ് 3 ക്യാൻഡിൽ എടുക്കുക. 1, 2, 3 ക്യാൻഡിലിൽ ഏറ്റവും വലിയ ക്യാൻഡിൽ ഇത്, അതിൻ്റെ ഹൈ ഇത്. 1-ാമത്തെ ക്യാൻഡിൽ തന്നെയാണ് ലോയ്, അതും എടുക്കുക. ഓക്കെ, ലോ ബ്രേക്ക് ചെയ്തു പോകുന്നു. 10 മണി കഴിഞ്ഞിട്ട് എൻട്രി ചെയ്യാവുള്ളൂ. നമുക്കൊരു കണ്ടീഷൻ ഉണ്ടല്ലോ. 10 മണിക്ക് മുമ്പ് തന്നെ ലോ ബ്രേക്ക് ചെയ്ത് പോയായിരുന്നു. പക്ഷേ നമ്മൾ 10 മണി കഴിഞ്ഞിട്ട് എൻട്രി ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിച്ചു. ഓക്കെ, 10 മണി കഴിഞ്ഞിട്ട് ഇതാ നമുക്കിവിടെ സുഖമായിട്ട് അടിപൊളി എൻട്രി പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഈ ലോ ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസ് സെല്ല് ഓർഡറാണ് കൊടുക്കേണ്ടത്. ഇതിൻ്റെ മുകളിലേക്ക് പോയി, അതിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് തോന്നി ഒന്നെങ്കിൽ ഇത് ഈ മുകളിലേക്ക് പോയി ഇത് ക്രോസ് ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് താഴേക്ക് പോയി ഇത് ക്രോസ് ചെയ്യും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 2 ഓർഡറും കൊടുത്തിടാം. സ്റ്റോപ്പ് ലോസ് ബൈ ഓർഡർ കൊടുത്തിടാം, പക്ഷേ അത് എക്സിക്യൂട്ട് ആവില്ല, കാരണം മുകളിലേക്ക് പോയിട്ടില്ല. അത് വേണമെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ സ്റ്റോപ്പ് ലോസ് സെൽ ഓർഡർ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്കിവിടെ കൊടുത്തിടാൻ പറ്റും. ഈ സെൽ ഓർഡർ കൊടുത്തിട്ട് എക്സിക്യൂട്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയധികം താഴേക്കാണ് ഇത് പോകുന്നതെന്ന് നോക്കാം. ഓക്കെ, ഇതേതാണ് ഈ വര? നേരത്തെ വരെയാണോ? ഓക്കെ, എന്തെങ്കിലും ആയിക്കോട്ടെ. ഇവിടം വരെ താഴേക്ക് പോയി, ഏകദേശം 2 ഇരട്ടി. നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമുക്കറിയാലോ മുകളിൽ, ഇവിടെയാണ് സ്റ്റോപ്പ് ലോസ് നമുക്ക് ഇടേണ്ടത്. അപ്പം അതിൻ്റെ അടുത്തേക്കൊന്നും പോകുന്നില്ല. ഈ സംഭവം താഴേക്ക് പോയിട്ട് താഴേക്ക് ഇറങ്ങി പോവാണ്. കുറേ കഴിയുമ്പോൾ ഇവിടെ തന്നെ ഈ ഒരു റേഞ്ചിൽ തന്നെ നമുക്ക് ടാർഗറ്റ് അച്ചീവ് ആയിട്ടുണ്ട്. എനിവേ വീണ്ടും പ്രോഫിറ്റ് വേണമെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇറക്കി കൊണ്ടുവരിക. സ്റ്റോപ്പ് ലോസ് ഇറക്കി ഇവിടെ എങ്ങാനും സ്റ്റോപ്പ് ലോസ് ഇടുക. അപ്പോൾ എക്സിക്യൂട്ട് ആയാലും നമുക്ക് പ്രോഫിറ്റിലേ എക്സിക്യൂട്ട് ആവുള്ളൂ. അത് വീണ്ടും താഴേക്ക് വന്ന് ഇവിടം വരെ എത്തുമ്പോഴത്തേന് നമുക്ക് ഇന്ന് ഡബിൾ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ 2-ാമത്തെ ദിവസവും പ്രോഫിറ്റാണ്. ഓക്കെ, നമുക്കതും ഒന്ന് മാർക്ക് ചെയ്തിടാം. 2-ാമത്തതും പ്രോഫിറ്റായി. ഇനി 3-ാം തീയതിയിലേക്ക് പോയി നോക്കാം. തൊടുന്നിടത്തൊക്കെ വരുവാണ്. ഓക്കെ, 1-3. 3-ാം തീയതിയിലേക്ക് പോയി. 3-ാം തീയതിയിലേക്ക് പോകുമ്പോൾ ഹൈയും ലോയും നമ്മൾ മാർക്ക് ചെയ്യണം. ഹൈ മാർക്ക് ചെയ്തു. 1-2 3-ാമത്തെ ക്യാൻഡിൽ ലോയും മാർക്ക് ചെയ്തു. ഓക്കെ, ഇവിടെ എന്താ സംഭവിച്ചേക്കുന്നത്? ഇവിടെ നമുക്ക് ഏകദേശം ഇത്രയും തന്നെയാണല്ലോ നമ്മൾ ടാർഗറ്റ് വെക്കുന്നത്. ഈ ഗ്യാപ്പ് എത്രയാണോ അത്രയും തന്നെയാണ് മുകളിലേക്ക് നമ്മൾ ടാർഗറ്റ് വെക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ഏകദേശം ഇവിടം വരെ ആ പ്രൈസ് പോകണം. ഇവിടം വരെയെങ്കിലും ആ പ്രൈസ് പോയാലേ നമുക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യുള്ളൂ. പക്ഷേ എന്താ സംഭവിച്ചേക്കുന്നത്? 11 മണി. ഓക്കെ, 10 മണി കഴിഞ്ഞ് നമുക്ക് എൻട്രി ചെയ്യാമല്ലോ. 10 മണി എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓർഡർ കിട്ടി. ഇവിടെ എക്സിക്യൂട്ടായി, സ്റ്റോക്ക് താഴേക്ക് പോയി, വീണ്ടും അതിൻ്റെ പ്രൈസിൻ്റെ മുകളിൽ പോയി, ചെറിയ ലാഭം, വീണ്ടും താഴേക്ക് വന്നു, നഷ്ടത്തിൽ നിൽക്കുന്നു, വീണ്ടും അത് മുകളിലേക്ക് കയറിപ്പോയി. ഇത്രയേ വരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 1 മണി കഴിഞ്ഞ് 2 മണി ആയിട്ടില്ല, 2 മണി ആകാറാകുന്നു. ഇത്രയും നേരം നോക്കി നിന്നിട്ട് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയില്ല. അപ്പോൾ എന്താ ചെയ്യാം? കിട്ടത്തില്ല. അത് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ പ്രോഫിറ്റേ ഉള്ളൂ. നമ്മൾ ഉദ്ദേശിച്ച ടാർഗറ്റ് കിട്ടില്ല എന്ന് നമുക്ക് ഈ സമയമൊക്കെ ആകുമ്പോഴത്തേനും മനസ്സിലായി.
അപ്പോൾ അത് വീണ്ടും സ്റ്റോക്ക് താഴേക്ക് വന്നു. 2 മണി കഴിഞ്ഞ് വീണ്ടും സ്റ്റോക്ക് മുകളിലേക്ക് പോയി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ സുഖമായിട്ട് ഓപ്പർച്യൂണിറ്റി നോക്കിയാൽ 4 മണി അവസാനം വരെ സമയമുണ്ട്. അവസാനം നമ്മൾ വാങ്ങിയ വിലയുടെ അവിടെ തന്നെ കിടന്ന് കറങ്ങുവാണ്. ശകലം മുകളിലേക്ക് പോകും, ശകലം താഴേക്ക് വരും. ഈ ഒരു സിറ്റുവേഷൻ എന്താ ചെയ്യുക? 3 മണിയായി, 3 മണിക്ക് നമ്മൾ വാങ്ങിയ വിലയിൽ വരുന്നുണ്ട്. എല്ലാം മിക്ക ക്യാൻഡിൽ നിന്ന് ടച്ച് ചെയ്ത് പോകുന്നു. 3 മണിക്കും 5 മിനിറ്റ് ക്യാൻഡിലാണല്ലോ ഇത്. അപ്പോൾ എന്താ ചെയ്യുക? അപ്പം നമുക്ക് മനസ്സിലായി ഇനിയിപ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടാൻ സമയമില്ല. ഓക്കെ, എക്സിറ്റ് ആകുക അല്ലാതെ മാർഗ്ഗമില്ല. എങ്ങനെ എക്സിറ്റ് ആകുക? നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടില്ല. സ്റ്റോപ്പ് ലോസ് ഇതാണ്, ഈ വരയ്ക്ക് താഴെയാണ് സ്റ്റോപ്പ് ലോസ്. ഇത് ഹിറ്റായിട്ടില്ല. അപ്പം നമ്മളൊന്നെങ്കിൽ കോസ്റ്റ് എക്സിറ്റ് ആകാം. അത് 3:30 വരെ നമുക്ക് ഇഷ്ടമായൊരു ചാൻസ് ഉണ്ട്. 3:20 വരെ ഉള്ളൂ ടൈം. ഓക്കെ, അതിനുള്ളിൽ ഇഷ്ടമായൊരു ചാൻസ് നമുക്ക് വന്നിട്ടുണ്ട് കോസ്റ്റ് എക്സിറ്റ് ആകാൻ. അല്ല എങ്കിൽ നമുക്ക് ചെറിയ പ്രോഫിറ്റിൽ എക്സിറ്റ് ആകാം. അങ്ങനെയുള്ള സിറ്റുവേഷനും വരും. അപ്പം നമ്മളിവിടെ കോസ്റ്റ് പ്രോഫിറ്റ് എടുത്തില്ല എന്ന് വിചാരിക്കുക. കോസ്റ്റ് തന്നെ എക്സിറ്റ് ആയി എന്ന് വിചാരിക്കുക. കാരണം ഇവിടെ സ്റ്റോപ്പ് ലോസ് അടിക്കേണ്ട ഒരു കാര്യമില്ല, വന്നിട്ടില്ല സ്റ്റോപ്പ് ലോസ്. സോ ഈ എൻട്രി നമുക്ക് ഈ ഒരു ദിവസം വെറുതെ പോയി എന്ന് മാത്രം. നമുക്ക് ഇതിൽ ഒന്നും നേടാൻ കഴിഞ്ഞില്ല, പക്ഷേ നമുക്ക് നഷ്ടമില്ല. അവരെയെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് നമുക്കിവിടെ നോ പ്രോഫിറ്റ് നോ ലോസ്. അപ്പോൾ കോസ്റ്റ് എന്ന് അടിച്ചിടാം. ഓക്കെ, മൂന്നാമത്തെ ദിവസം 2 ദിവസം പ്രോഫിറ്റ് കിട്ടി. മൂന്നാമത്തെ ദിവസം നമുക്ക് ഒന്നും കിട്ടിയില്ല. ഇനി 4-ാം തീയതിയിലേക്ക് പോവാം. 4-ാം തീയതി. ഓക്കെ, 4-ാം തീയതിയിലെ ഫുള്ള്. 4-ാം തീയതിയിൽ നമ്മൾ ആദ്യത്തെ 3 ക്യാൻഡിൽ 1 2 3 ആദ്യത്തെ 3 ക്യാൻഡിലിൻ്റെ ഹൈയും ലോയും മാർക്ക് ചെയ്തു കഴിഞ്ഞ് 10 മണി കഴിഞ്ഞാണ് നമ്മുടെ എൻട്രിങ്. അപ്പോൾ 10 മണി എത്തി. 10 മണിക്ക് മുമ്പ് തന്നെ ഈ ക്യാൻഡിൽ താഴേക്ക് പോയി. സോ നമ്മളിവിടെ എൻട്രി ചെയ്യുന്നില്ല. ഇത് 10 മണി ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് 10 മണി. ഈ 10 മണി കഴിഞ്ഞിട്ട് താഴേന്ന് ഇത് മുകളിലേക്ക് കയറിപ്പോയി. ആദ്യത്തെ നമ്മുടെ ലോ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് കയറിപ്പോയി. ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് കയറിപ്പോയി നമുക്ക് കാണാൻ പറ്റും. ഹൈ ബ്രേക്ക് ചെയ്യുന്ന അവിടെയാണ് നമ്മൾ എൻട്രി ചെയ്യുന്നത്. നമ്മളിവിടെയാണല്ലോ എൻട്രി ചെയ്യുന്നത്. ഈ ഒരു സ്ഥലത്താണ് ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാണ് നമ്മൾ എൻട്രി ചെയ്യുന്നത്. കഴിയാൻ നോക്കിയിരിക്കൊന്നും വേണ്ട. അതിന് മുമ്പ് തന്നെ സ്റ്റോപ്പ് ലോസ് ഓർഡർ ഇട്ടേക്കുക. നേരത്തെ കാണിച്ചെന്ന പോലെ സ്റ്റോപ്പ് ലോസ് ഓർഡർ ഇട്ടേക്കുക. ഓക്കെ, ഓർഡർ എക്സിക്യൂട്ടായി. ഓർഡർ എക്സിക്യൂട്ട് കഴിഞ്ഞ് എത്ര മുകളിലേക്കാണ് പോകുന്നതെന്ന് നോക്കി. ഇവിടം വരെ പോയി. ഏകദേശം 3 ഇരട്ടി 1 2 3 ഇരട്ടിയെങ്കിലും ഓൾമോസ്റ്റ് 3 ഇരട്ടിയെങ്കിലും നമുക്കിവിടെ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. ഓക്കെ, അത് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഇട്ട് പോയി ഈ പ്രോഫിറ്റ് മൊത്തം എടുക്കാൻ പറ്റും നമുക്ക്. അതാണ് ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് അടിക്കുന്നില്ല. അപ്പം നല്ല പ്രോഫിറ്റ് 4-ാം തീയതി നല്ല പ്രോഫിറ്റ് ഉണ്ട്. അപ്പം നമുക്കിവിടെ പ്രോഫിറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത 2 ദിവസങ്ങളിൽ മാർക്കറ്റ് ഓഫാണ്. അപ്പോൾ 7-ാം തീയതി ഇനിയുള്ളൂ. 7-ാം തീയതി ശക്കല ഒന്ന് താത്ത അതിൻ്റെ ഹൈ അങ്ങ് മൂളി. ഓക്കെ അങ്ങ് താന്ന് പോയോ? മതി, ഇത്ര മതി. 7-ാം തീയതി എന്താ സംഭവിക്കുക നോക്കി. ആദ്യത്തെ 3 ക്യാൻഡിൽ 1 2 3-ലെ ഹൈ 3-ലെ ലോ. ഓക്കെ, 10 മണി കഴിഞ്ഞിട്ട് ഇവിടെ ഈ ഒരു ഇതിൽ നമുക്ക് സെൽ ഓർഡർ ഇടാം. പക്കാ സെൽ ഓർഡർ നല്ല താഴേക്ക് പോയി. ഏകദേശം എത്ര പോയി? ഇവിടം വരെ പോയി. ഇവിടം വരെ ഇത് കൂട്ടാം. കാരണം 3:20 കഴിഞ്ഞ് കൂട്ടണ്ടല്ലോ. 3:20 എന്ന് പറഞ്ഞാൽ 5-10. ഈ 2 ക്യാൻഡിലാണ് 3:20 കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടം വരെയുള്ള ബെനിഫിറ്റ് നമുക്ക് കിട്ടും. എത്ര ഇരട്ടിയാണെന്ന് നോക്കണം. ഇത് ഏകദേശം 2 ഇരട്ടിക്ക് മുകളിൽ നമുക്കിവിടെ പ്രോഫിറ്റാണ്. 2 ഇരട്ടിക്ക് മുകളിൽ നമ്മൾ എൻ്റർ ചെയ്ത പോയിൻറ്റിൻ്റെ മുകളിൽ പിന്നെ പോയിട്ടേ ഇല്ല. 2 ഇരട്ടിക്ക് മുകളിൽ പ്രോഫിറ്റാണ്. ഇതിലും പ്രോഫിറ്റ്. സെല്ലാണ് നമ്മളിവിടെ എടുക്കുന്നത്. ഓക്കെ, ഇതിലും പ്രോഫിറ്റ്. ഓക്കെ, 7-ാം തീയതിയാണത്. ഞാനിവിടെ 5 എന്ന് കൊടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല. എത്ര ട്രേഡ് നമുക്ക് നടന്നു നോക്കാം. എത്ര ട്രേഡ് ഞാനിത് അല്ലാതെ ചെക്ക് ചെയ്തായിരുന്നു. അല്ലാതെ ചെക്ക് ചെയ്തപ്പം ഡിസംബർ വരെയുള്ളതാണ് ചെക്ക് ചെയ്ത്. ജനുവരിയിൽ ചെക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഡിസംബർ വരെയുള്ള ചെക്ക് ചെയ്ത് ഞാൻ നോട്ട് ചെയ്തൊന്നും വെച്ചില്ല. പല സ്റ്റോക്കുകൾ ചെക്ക് ചെയ്തു. എല്ലാ സ്റ്റോക്കിലും ഇത് വർക്കൗട്ട് ആവില്ല കേട്ടോ. അത് നോക്കണേ. ചില സ്റ്റോക്കുകളിൽ 30 മിനിറ്റ് ക്യാൻഡിലായിരിക്കണം, ചിലതിൽ അതിന് മുകളിലായിരിക്കണം. എല്ലാം ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാനൊരു 2 ആഴ്ചയായിട്ട് ഇതിൻ്റെ പുറകെയായിരുന്നു. ലൈവ് മാർക്കറ്റ് നന്നായിട്ട് വാച്ച് ചെയ്യും, ചെറിയ ക്വാണ്ടിറ്റി വെച്ചിട്ട് എൻട്രി ചെയ്യും. ഓക്കെ, അങ്ങനെയൊക്കെ. കാരണം ഇത് കറക്റ്റാണോ അല്ലയോ എന്ന് അറിയത്തില്ലോ. അപ്പോൾ ഇത് കറക്റ്റ് ആയപ്പോഴാണ് ഞാനിത് എന്നാൽ പിന്നെ ഇത് വീഡിയോ ചെയ്തേക്കാം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സിനൊക്കെ ഒരു പ്രയോജനമാകുമല്ലോ എന്ന് കരുതിയിട്ട് ചെയ്ത്. എന്തായാലും അടുത്ത ദിവസം തൊട്ട് ഇത് തിരിഞ്ഞു വരുമോ എനിക്കറിയത്തില്ല. എനിവേ, ഞാൻ ഒബ്സർവ് ചെയ്ത കാര്യം ധൈര്യമായിട്ട് നിങ്ങൾക്ക് നോക്കാം. ഡിസംബറിൽ ഞാനിത് നോക്കിയിട്ടുണ്ട്. നവംബർ പകുതി വരെ നോക്കിയിട്ടുണ്ട്. അപ്പം സക്സസ് ആണ്. അതിലെല്ലാം ഇങ്ങനെ തന്നെ. ഇടയ്ക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റാകുന്നുണ്ട് കേട്ടോ. ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. സ്റ്റോപ്പ് ലോസ് ഒക്കെ ഹിറ്റാകുന്നുണ്ട്. പക്ഷേ വളരെ കുറവാണ് സ്റ്റോപ്പ് ലോസ് ഹിറ്റാകൽ.
അപ്പോൾ ഇത് ചില സ്റ്റോക്കുകളിൽ അങ്ങനെ ആയിരിക്കാം. വേറെ പല സ്റ്റോക്കുകളിലും ചെക്ക് ചെയ്തപ്പം താഴേക്ക് വരുന്നില്ല. ഓക്കെ, വേറെ പല സ്റ്റോക്കുകളിലും ചെക്ക് ചെയ്തപ്പം സ്റ്റോക്ക് ലോസ് ഒക്കെ ഹിറ്റായിട്ട് നമുക്ക് ഒരു പ്രോഫിറ്റബിലിറ്റി കിട്ടുന്നില്ല. ഇതിലും നമുക്ക് ഇതാ നോക്കാം. ഇത് എത്രാം തീയതി? 8-ാം തീയതി. 8-ാം തീയതിയിൽ നമ്മൾ ലോ മാർക്ക് ചെയ്തു. 3-ാമത്തെ ക്യാൻഡിലാണ് ഹൈ വരുന്നത്, അതും മാർക്ക് ചെയ്തു. 10 മണി കഴിഞ്ഞ് എൻ്റർ. ഓക്കെ, ഇവിടെ നമുക്ക് എൻ്റർ എടുക്കാം. ഏത് എൻ്റർ? താഴേക്ക് പോകുന്ന പോലെയൊക്കെ തോന്നിയിട്ട് ഇത് മുകളിലേക്ക് കയറി പോയത്. മുകളിലേക്ക് പോക്കെന്നൊക്കെ പറഞ്ഞ് എന്ത് പോക്കാ പോയത്? ഇതാ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വളരെ ചെറുതാണ്. ഇവിടെ നമുക്ക് പോയേക്കുന്നത് ഇതിൻ്റെ മുകളിൽ പോയിട്ടുണ്ട്. അവസാനത്തെ 2 ക്യാൻഡിൽ ഒഴിവാക്കാം. 3:20 മുമ്പ് നമുക്ക് മാറണമല്ലോ. ഇതാണ് 3:20 ക്യാൻഡിൽ. 3:19, 20 ഒക്കെ ആയിട്ട് ഈ ഒരു സംഭവം എത്ര ഇരട്ടി? ഇത് 1, 2, 3 ഇരട്ടിക്ക് മുകളിലുണ്ട്. ഏകദേശം നോക്കുന്നേ ഉള്ളൂ. 3 ഇരട്ടിക്ക് മുകളിൽ പ്രോഫിറ്റാണിത്. ട്രെയിനിങ് സ്റ്റോപ്പ് ലോസ് ഇടുക, കയറ്റി കൊണ്ടുപോകുക. കാരണം പിന്നെ മുകളിലേക്ക് പോകുന്ന സമയത്ത് വലിയ താഴേക്കൊന്നും വരുന്നില്ല. അപ്പോൾ പിന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കുകയോ ഇല്ല. കയറ്റി കൊണ്ടുവരിക. അപ്പോൾ ഏകദേശം 3 മണി 3:20 ഒക്കെ ആകുമ്പോഴത്തേനും നമ്മൾ ഈ പ്രോഫിറ്റ് ബുക്ക് ചെയ്തേക്കുക. ഭയങ്കര പ്രോഫിറ്റാണ്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇത് ഒരു മാനിപ്പുലേറ്റഡും അല്ല, വളരെ പക്കായാണ്. നാളെ തൊട്ട് ഇത് തിരിഞ്ഞ് വരുമോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഒരുപാട് പേര് എൻ്റർ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ വന്നേക്കാം. എന്നാലും ഇത് നമ്മൾ കുറച്ച് പേരല്ലേ ഉള്ളൂ. അപ്പോൾ എത്ര പേര് തന്നെ എൻ്റർ ചെയ്യും? അപ്പോൾ ഇത് പ്രോഫിറ്റ്, അത് നമ്മൾ മാർക്ക് ചെയ്തില്ല. അധികം പേരൊന്നും എൻ്റർ ചെയ്യില്ല. ഈ ഒരു ടെക്നിക്ക് അധികം ആരും മനസ്സിലാക്കി കാണില്ല. അല്ലെങ്കിൽ അത്ര ഒന്നും കിട്ടാൻ സാധ്യതയില്ല. അതും പ്രോഫിറ്റ്. ഇപ്പോൾ എത്ര പ്രോഫിറ്റാന്ന് നോക്കി, എല്ലാം പ്രോഫിറ്റാണ്. ഒരെണ്ണം മാത്രം കോസ്റ്റിൽ നമ്മൾ എക്സിറ്റായി. ബാക്കിയെല്ലാം പ്രോഫിറ്റാണ്. ഓക്കെ, നമ്മൾ 8-ാം തീയതി നോക്കി. ഇനി 9-ാം തീയതി നോക്കാം. 9-ാം തീയതി ക്യാൻഡിൽ കാണുമ്പോഴേ അറിയാമല്ലേ, ഹ്യൂജ് പ്രോഫിറ്റ്. മാർക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. സ്ക്രീൻ അങ്ങ് അഡ്ജസ്റ്റ് ആകുന്നില്ല. ഓക്കെ, 1-ാമത്തെ ക്യാൻഡിലാണ് ഹൈ വരുന്നത്. 3-ാമത്തെ ക്യാൻഡിൽ ലോയും. ഓക്കെ, ഇത് 1, 2, 3 ഈ 3 ക്യാൻഡിൽ കാണുന്നുണ്ടല്ലോ. ഈ 3 എണ്ണത്തിൽ ഏതാണോ ഹൈ പോയിക്കുന്നത് അവിടെ മാർക്ക് ചെയ്യുക, ഏതാണോ ലോ പോയിക്കുന്നത് അവിടെ മാർക്ക് ചെയ്യുക. 10 മണി കഴിഞ്ഞ് മാത്രം എൻ്റർ ചെയ്യുക. 10 മണി കഴിഞ്ഞ് എൻ്റർ ചെയ്യാൻ നമുക്ക് ചാൻസ് കിട്ടി. 10 മണി ഇവിടെയാണ്, ഈ വരെയാണ് 10 മണി. ഇതാണ് 10 മണി. ഇത് കഴിഞ്ഞിട്ട് സുഖമായിട്ട് നമുക്കൊരു സെല്ല് കൊടുക്കാം. ആ സെല്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നോക്കുക, ഇവിടം വരെ. ഇതും ഒരു 2, 3 ഇത് എന്ന് പറഞ്ഞാൽ ഇവിടെ സ്റ്റോപ്പ് ലോസ് വളരെ വലുതാണ് കേട്ടോ. സ്റ്റോപ്പ് ലോസ് വളരെ വലുതാണ്. അപ്പോൾ 2 ഇരട്ടി കൂട്ടാം ഇവിടെ. ഓക്കെ, 2 ഇരട്ടി ക്ലീൻ ആയിട്ടുണ്ട്. ഡബിൾ പ്രോഫിറ്റ്. 2 ഇരട്ടി സൂപ്പറായിട്ട് ഇതിൽ പ്രോഫിറ്റ് ഉണ്ട്. ഓക്കെ, നമുക്ക് ആ പ്രോഫിറ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. എത്ര പ്രോഫിറ്റ് എത്ര ലോസ് വരുമെന്ന് നമുക്ക് നോക്കണമല്ലോ. ഇതുവരെ നമ്മൾ ഈ മാസം എൻ്റർ ചെയ്തിട്ട് ലോസ് ഇല്ല. അപ്പോൾ ഓർക്കുക, എല്ലാ സ്റ്റോക്കിലും ഒന്നും ഇത് പറ്റില്ല. നമ്മൾ ശരിക്കും ഒന്ന് സ്റ്റഡി ചെയ്തിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. എനിക്കിപ്പോൾ പകൽ വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിത് തന്നെ പരിപാടി. അപ്പോൾ ഈ ഒരു ഇത് നോക്കുക. 10-ാം തീയതിയിൽ ലോ എന്ന് പറയുന്ന ഫസ്റ്റ് ക്യാൻഡിലിൽ തന്നെ വലിയ ലോ വന്നിട്ടുണ്ട്. ഹൈ 1, 2, 3-ാമത്തെ ക്യാൻഡിൽ. ഇപ്പോൾ 2-ാമത്തെ ക്യാൻഡിലാണ് ഏറ്റവും ഹൈ വരുന്നത്. അത് മാർക്ക് ചെയ്തു. ഇതൊന്ന് നോക്കുക നമ്മൾ. ഇത് സ്റ്റോപ്പ് ലോസ് വളരെ വലുതാണ് വരുന്നത് കേട്ടോ. സ്റ്റോപ്പ് ലോസ് വളരെ വലുതാണ് വരുന്നത്. ഇത്രയും ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ ഇത് ഏകദേശം 278 തൊട്ട് 282 വരെ. 278, 55 82, 3.5 രൂപ. 3.5 രൂപ എന്ന് പറയുമ്പോൾ 1% എബോവ് ഗ്യാപ്പാണ്. ഇത്ര ഒരു സിറ്റുവേഷൻ വരുമ്പം ഹൈ വോളാട്ടൈലാണ്. ഇത്ര ഒരു സിറ്റുവേഷന് ഹൈ വോളാട്ടൈലാണ് ആ സ്റ്റോക്ക്. അന്നേരം എൻ്റർ ചെയ്യാതിരിക്കുകയാണ് നല്ലത്. എനിവേ എൻ്റർ ചെയ്തു എന്ന് തന്നെ വിചാരിക്കുക. നമുക്ക് എൻ്റർ ചെയ്തു എന്ന് തന്നെ വിചാരിക്കുക. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടില്ല. ബൈ എൻട്രി ആണല്ലോ കിട്ടുക. ഇവിടെയാണ് നമുക്ക് എൻട്രി കിട്ടുക. ഇവിടെ എൻട്രി കിട്ടി. ഇവിടെ നമ്മൾ എൻട്രി ചെയ്തു. ബൈ എൻട്രി. സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ താഴെയാണ്. സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടില്ല. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് അധികം മുകളിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ്. അധികം മുകളിലേക്ക് പോയിട്ടില്ല. നല്ല താഴേക്ക് വന്നു. സ്റ്റോപ്പ് ലോസ് ഹിറ്റാകാതെ ഇവിടെ എത്തുമ്പോൾ നമുക്ക് ഈ ഒരു ക്യാൻഡിലിൽ ഒരു ചാൻസ് ഉണ്ട്. കോസ്റ്റ് എക്സിറ്റ് 1 മണി 1:20 ഈ ചാൻസ് വരുന്നത്. 1:20 കോസ്റ്റ് എക്സിറ്റ് നമുക്ക് ചാൻസ് ഉണ്ട്. ഇത്രയും നേരമായിട്ടും ഇത് സംഭവം ഒന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ തന്നെയല്ലേ ചെയ്യുള്ളൂ. വെയിറ്റ് ചെയ്തിരിക്കും. കോസ്റ്റ് എക്സിറ്റ് കിട്ടുവാണെങ്കിൽ വളരെ ഉപകാരം, നമ്മൾ എക്സിറ്റ് ചെയ്യും. ഓക്കെ, ഇനി അന്നേരം എക്സിറ്റ് 2 മണിയൊക്കെ ആയി കഴിഞ്ഞിട്ടും കിട്ടിയില്ലെങ്കിലോ? 2 മണിക്ക് നോക്കുക. 2 മണിക്ക് നമ്മൾ ബൈ ചെയ്തതിൻ്റെ തൊട്ടടുത്തെത്തി. ചെറിയ ലോസ്, വളരെ ചെറിയ ലോസ് നോക്കുക. വളരെ ചെറിയ ലോസാണ് ഇവിടെയുള്ളത്. ഇതിനും നമ്മൾ എക്സിറ്റ് ആയില്ലെങ്കിലോ? കുറച്ചും കൂടെ ലോസിൽ എക്സിറ്റ് ആകേണ്ടി വരും ഇവിടെ.
അത് കഴിഞ്ഞ് 3 മണിയൊക്കെ ആകുമ്പോഴത്തേന് നോക്കുക. വലിയ ലോസൊന്നുമില്ല, ചെറിയ ലോസ് ഇതിൽ നമുക്ക് എക്സിറ്റ് ആകാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തരുന്നുണ്ട്. അപ്പോൾ ഇതിലെന്താ ചെയ്യുക? ഇതിൽ ലോസ് ഒന്നും എഴുതാൻ പറ്റില്ല, കാരണം ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ ചെറിയ ലോസ് ഉണ്ട്, സ്മോൾ ലോസ് എന്ന് എഴുതാം. കോസ്റ്റ് എക്സിറ്റ് ആയില്ല എങ്കിൽ ഓക്കെ, എക്സിറ്റ് ചിലപ്പോൾ ആയെന്നൊന്നും വരില്ല, 1:20 സമയം, എല്ലാവരും ഒന്നും എക്സിറ്റ് ആയെന്ന് വരില്ല. എന്നാൽ അപ്പോൾ ഇതിൽ നമുക്ക് 2 മണി കഴിയുമ്പോൾ നമ്മളിന്ന് ഇതാവും. ഇതിലൊരു നമുക്കൊരു ചാൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്തൊക്കെ കിട്ടുന്നുണ്ട്, ഇവിടെയും കിട്ടുന്നുണ്ട്. ഇവിടെയൊക്കെ ചെറിയ ലോസാണ്. ഓക്കെ, നമുക്കിവിടെ സ്മോൾ ലോസ് തന്നെ എഴുതാം. സ്മോൾ ലോസ്. അപ്പോൾ എത്രയോ ദിവസം കൂടി നമുക്ക് ഇന്നൊരു ലോസ് വന്നു, അതേ ഉള്ളൂ. അടുത്ത ദിവസത്തെ നോക്കാം. ഇത് 10-ാം തീയതി. ഇനി നമുക്ക് 11-ലേക്ക് നോക്കാം. 11. ഓക്കെ, 11 ആദ്യത്തെ ക്യാൻഡിൽ തന്നെ ഹൈ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഹൈ 2. മൂന്നാമത്തെ ക്യാൻഡിൽ ലോ. അയ്യോ, ഒരു കോള് വരുന്നുണ്ടല്ലോ. എന്തായി റെക്കോർഡ്? ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് ഒരു കോള് വന്ന് ഇതായിപ്പോയി. ഓക്കെ, ഒന്നാമത്തെ ക്യാൻഡിൽ ഹൈ ക്രിയേറ്റ് ചെയ്തു. 2. മൂന്നാമത്തെ ക്യാൻഡിൽ ലോയും ക്രിയേറ്റ് ചെയ്തു. നമ്മൾ വരയ്ക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് സംഭവം താഴേക്കാം. പക്ഷേ ഇതിലൊരു കുഴപ്പമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 10 മണി കഴിഞ്ഞാൽ എൻട്രി ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞു. 10 മണി കഴിഞ്ഞ് നമുക്ക് എൻട്രി ചെയ്യാനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല, എവിടെയില്ല. നല്ല താഴേക്ക് വന്നു സംഭവമൊക്കെ. അതിന് നേരത്തെ എൻട്രി ചെയ്തവർക്ക് ലാഭം കിട്ടും. പക്ഷേ നമുക്ക് പറഞ്ഞു, നമ്മളൊരു സ്ട്രാറ്റജി ഉണ്ടല്ലോ, ഇത് നിങ്ങൾക്ക് മാറ്റാം കേട്ടോ. നിങ്ങൾക്കിത് 10 മണി എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് നോക്കിയിട്ട് അതിൻ്റെ ഇതൊക്കെ അനുസരിച്ച് മാറ്റാൻ പറ്റും. കുറച്ച് നാൾ ഒബ്സർവ് ചെയ്ത് നോക്കും, ഒരാഴ്ച അങ്ങനെ ഒബ്സർവ് ചെയ്ത് നോക്കും. എന്തായാലും ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ഒബ്സർവ് ചെയ്യുക, എന്നിട്ട് ആ ടൈമൊക്കെ മാറ്റുക. ഇതൊക്കെ ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത ടൈമാണ്. ഞാൻ ആ പഴയതൊക്കെ ചെക്ക് ചെയ്തു. ഇവിടെ 10 മണിയുടെ സിനാരിയോ ഒന്നും നമുക്കധികം വരുന്നില്ല, പോലും പഴയതൊക്കെ ചെക്ക് ചെയ്തപ്പോൾ അങ്ങനത്തെ സംഭവമൊക്കെ വന്നായിരുന്നു. അങ്ങനെ ഞാൻ തന്നെ അത് ഒരു റൂൾ ഉണ്ടാക്കിയതാണ് എനിക്ക്. എനിവേ നമുക്കിവിടെ എൻട്രി ചെയ്യാൻ പറ്റില്ല. അപ്പം എൻ്റെ ഒരു റൂൾ അനുസരിച്ചിട്ട് ഇതിൽ എൻട്രി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നോ എൻട്രി. ഇവിടെ നമ്മൾ നോ എൻട്രി, സോ നോ ലോസ്, നോ പ്രോഫിറ്റ്. നോ എൻട്രി എന്ന് അടിച്ചു നോക്കാം, നോ എൻട്രി. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് 14-ാം തീയതി ഇനിയുള്ളൂ അല്ലേ? 11 കഴിഞ്ഞ് പിന്നെ മാർക്കറ്റ് അവധിയായിരുന്നു. 14-ാം തീയതിയാണ്. 14-ാം തീയതി ഒന്ന് നോക്കാം. 14-ാം തീയതി ഓക്കെ, ഹൈ ഇതും വളരെ 1, 2, 3 ക്യാൻഡിൽ. ഇതാണ് ലോയ്. ഇതിൽ വേണമെങ്കിൽ എൻട്രി ചെയ്യാതിരിക്കുക. ഇത് കണ്ടോ എന്ത് വലിപ്പമാണിത്. ഇത്രയും വലിപ്പം വരുമ്പം ഹൈ വോളാട്ടൈലെന്ന് മനസ്സിലാക്കാൻ നമുക്ക്. എന്നിട്ട് വേണമെങ്കിൽ എൻട്രി ചെയ്യാതിരിക്കാം. പക്ഷേ എൻട്രി ചെയ്താൽ പ്രോഫിറ്റാണ്, സംശയമൊന്നുമില്ല. അത് അവനവൻ്റെ കൺവിൻസ് പോലെ. സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ വലിയൊരു നഷ്ടമായിരിക്കും വരിക അവിടെ. ഓക്കെ, എനിവേ 10 മണി കഴിഞ്ഞിട്ട് നമുക്ക് ബൈ സിഗ്നലാണ് കിട്ടിയതാണ്. ഇവിടെയാണ് ബൈ കിട്ടിയത്. ഇതാണ് 10 മണി കഴിഞ്ഞ് നമ്മൾ നോർമലി നോക്കിയിരിക്കുകയാണെങ്കിൽ ഇവിടെ ബൈ ചെയ്യും. താഴേക്ക് പോയില്ലോ നമുക്കറിയത്തില്ല, നമ്മളിവിടെ ബൈ ചെയ്യും. ഇവിടെ ബൈ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടില്ല. ഇത്രയും താഴേക്ക് പോയിട്ട് പിന്നെ എന്താ എത്ര പ്രോഫിറ്റാന്ന് നോക്ക്. ആ ക്യാൻഡിലെ മോള് കാണുന്നില്ലല്ലോ. ഇതാണ് മോളുകൾ. ഇവിടെ കിട്ടി. അയ്യോ, ഏകദേശം നമുക്ക് ഓക്കെ, സ്റ്റോപ്പ് ലോസിനെ കഴിഞ്ഞ് കൂടിയ പ്രോഫിറ്റ്, നല്ല പ്രോഫിറ്റ് എന്തായാലും ഇവിടെ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. കാരണം ഇതാണ് നമ്മൾ ടാർജറ്റ് ഇടുക. ടാർജറ്റ് ഇടുന്ന ഈ ഗ്യാപ്പാണ് കേട്ടോ. ഈ ഗ്യാപ്പാണ് മുകളിലേക്ക് നമ്മൾ ടാർജറ്റ് ഇടുക. ഇതിൻ്റെ ഹൈ പ്രൈസും ലോ പ്രൈസും തമ്മിൽ മൈനസ് ചെയ്യുക. അത്രയും പോയിൻ്റ് തന്നെ മുകളിലേക്ക് എടുക്കുക. അവിടെ നമ്മൾ സ്റ്റോപ്പ് ലോസ് എൻട്രി കൊടുത്തേക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് എന്തായാലും അതിൻ്റെ മുകളിൽ പോയിട്ടുണ്ട്. നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് ഇവിടെയും കണ്ടു. അപ്പോൾ ഈ ദിവസവും നമുക്ക് പ്രോഫിറ്റ്. 10 എൻട്രി നമ്മളെടുത്തു. 10 എൻട്രിയിൽ ഏതെങ്കിലും ലോസ് ഉണ്ടോ നോക്ക്. 10 എൻട്രി നമ്മളെടുത്തിട്ട് ഒരു ചെറിയ ലോസ് ഉണ്ട്. ഒരു ദിവസം ഒരു ചെറിയ ലോസ്. ഒരു ദിവസം കോസ്റ്റ് എക്സിറ്റ്. ഒരു ദിവസം എൻട്രി ചെയ്തില്ല. എൻട്രി ചെയ്യാത്ത കൂട്ടാതെയാണ് 10 എൻട്രി. അപ്പോൾ 11-ാമത്തെ എൻട്രി നോക്കാം. 14 കഴിഞ്ഞല്ലോ, 15-ാം തീയതി. 15-ാം തീയതി ഓക്കെ, ലോ മാർക്ക് ചെയ്തു, ഹൈ മാർക്ക് ചെയ്തു. 10 മണി കഴിയണം. യെസ്, ഇത് കറക്റ്റ് 10 മണി കഴിഞ്ഞ് 10:05 ക്യാനിലായത്. ഈ 10:05 ക്യാനിൽ എൻട്രി ചെയ്തു. അല്ലെങ്കിൽ പറ്റില്ല. 10 മണി 9:55 ആകുമ്പോൾ നോക്കി വെച്ചോ 10 മണി എന്നുള്ളത്. അത് ഇനി നന്നായിട്ട് ചാർട്ട് ചെയ്തിട്ട് ടൈം നോക്കുക. ഞാൻ 10 ഇതാണ് 10 വെച്ചതാണ് എൻ്റെ. 9:55 അല്ല 9 ഇതെന്തായാലും 10 മണി കഴിഞ്ഞിട്ടാണ് നമുക്ക് എൻട്രി കിട്ടും. 10 മണി കഴിഞ്ഞ് നമുക്ക് ഇവിടെ എൻട്രി കിട്ടും. ഓക്കെ, 10 മണി കഴിഞ്ഞ് എൻട്രി കിട്ടി. നമ്മൾ എൻട്രി ചെയ്തു. പ്രോഫിറ്റ്
വളരെ വലിയൊരു പ്രോഫിറ്റ് അല്ലേ. ഇതെന്ന് പറയുമ്പോൾ എത്ര മണിയാണ് സമയം? 2:45. 2:45 വന്ന പ്രോഫിറ്റാണ്. ഡബിള് താഴേക്ക് പോട്ടെ. ഓക്കെ, ഡബിളിന് മുകളിൽ, ഡബിളും അല്ല 2. ഓക്കെ, ട്രിപ്പിളെന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല, അത് എഴുതി കൂട്ടി നോക്കേണ്ടി വരും. എന്തായാലും ഡബിളിന് മുകളിൽ സൂപ്പർ പ്രോഫിറ്റ്. അപ്പോൾ 15-ാം തീയതിയും പ്രോഫിറ്റ്. 11ാമത്തെ എൻട്രിയാണ്. ഓക്കെ, അതും പ്രോഫിറ്റ്. പിന്നെ നമുക്ക് അടുത്ത ദിവസത്തേക്ക് നോക്കാം. അപ്പോൾ ഇത്രയും ഞാൻ ചെക്ക് ചെയ്തുകൊണ്ട് എളുപ്പമായില്ലേ, ചെക്ക് ചെയ്യണ്ടല്ലോ. പഴയത് ഡിസംബറിലെ വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തു, നവംബറിൽ ഏതെങ്കിലുമൊക്കെ നോക്കിയോ. ഒരു മാസമൊക്കെ കിട്ടിയാൽ മതി ഏകദേശം കറക്റ്റായിട്ട്. 3 ക്യാൻഡിൽ ലോയ്, 3ാമത്തെ ക്യാൻഡിലാണ് ഹൈ. ഓക്കെ, ഇതിലെന്താ സംഭവിക്കുന്നത്? ഒന്നും കൂടെ എന്താ, നമ്മുടെ 10 മണി കഴിഞ്ഞാണ് എൻട്രി. ഓക്കെ, ഇതിലെന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് കേട്ടോ. 10 മണി കഴിഞ്ഞിട്ട് നമുക്ക് എൻട്രി എടുക്കാം. ഇവിടെ ഒന്നും പറ്റത്തില്ല, ഇതിലൊന്നും പറ്റത്തില്ല. ഇവിടെ എത്തിക്കഴിഞ്ഞ് വേണമെങ്കിൽ നമുക്കൊരു ബൈ എൻട്രി എടുക്കാം. പക്ഷേ ബൈ എൻട്രി എടുത്താൽ പ്രോഫിറ്റാണ്, പക്ഷേ ഇത്രയൊന്നും പ്രോഫിറ്റ് കിട്ടത്തില്ല. ഓക്കെ, ഇവിടെ നമുക്ക് ബൈ എൻട്രി എടുത്തു എന്ന് വിചാരിക്കാം. ഇവിടുന്ന് ബൈ എൻട്രി എടുത്തു എന്ന് പറഞ്ഞാൽ അവർ ജസ്റ്റ് വരുന്നേ ഉള്ളൂ. ഇതിലെടുക്കണോ വേണ്ടയോ എന്നുള്ളത് ഉചിതം പോലെ ചെയ്യുക. എനിവേ ബൈ എൻട്രി എടുത്തു കഴിഞ്ഞാലും ഇത് പ്രോഫിറ്റാണ്, പക്ഷേ നമ്മുടെ ടാർജറ്റിൻ്റെ അത്രയും പ്രോഫിറ്റ് എത്തില്ല. ഈ വരകൾ നോക്കുക, ഏകദേശം ഒരു 40% നമുക്കിവിടെ പ്രോഫിറ്റ് കിട്ടി ഇല്ലേ, 40% കിട്ടി. പക്ഷേ കറക്റ്റ് പ്രോഫിറ്റ് കിട്ടില്ല. അല്ല തിരിച്ചിറങ്ങുന്ന കാണുമ്പോൾ ഇവിടെ നമുക്ക് കോസ്റ്റ് എക്സിറ്റ് അടിക്കാം, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിക്കും. അതെത്ര 2 മണിക്ക് മുമ്പേ സ്റ്റോപ്പ് ലോസ് അടിക്കും. അത് നമുക്കധികം ലാസ്റ്റ് ഒന്നും വന്നിട്ടില്ല, സ്റ്റോപ്പ് ലോസ് തന്നെ കൂട്ടാം. നമ്മൾ ചിലപ്പം കയറിപ്പോകുന്നൊക്കെ ഓർത്തിട്ട് നമ്മളൊന്നും ചെയ്യാതിരിക്കും. ഓക്കെ, ഇവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ്, SL ഹിറ്റ്. ഒരു ഇൻട്രാഡേ ആകുമ്പം സ്റ്റോപ്പ് ലോസൊക്കെ ഇടയ്ക്ക് ഹിറ്റാകണ്ടേ. ഓക്കെ, അതപ്പം നമുക്ക് നഷ്ടമാണ്. സ്റ്റോപ്പ് ലോസ് ഹിറ്റ്, നഷ്ടം. നോക്കുക, ഞാനാണെങ്കിൽ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഇടും. മേടിച്ച വിലയ്ക്ക് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഇടും. മേടിച്ച് കഴിഞ്ഞ് മുകളിലേക്ക് പോകുന്നതാണ്ട ഉറപ്പാണ്. അപ്പോൾ ഒരു മെത്തേഡൊക്കെ ഫോളോ ചെയ്താൽ അവിടെ നമുക്ക് കോസ്റ്റ് എക്സിറ്റ് ആകാം. ഓക്കെ, എനിവേ 17-ാം തീയതി 1, 2, 3ാമത്തെ ക്യാൻഡിൽ. ഓക്കെ, ഹൈ. അയ്യോ, എത്രയാണ് പ്രോഫിറ്റ് നോക്ക്, എത്ര താഴേക്ക് വന്നേക്കുന്ന ഈ സാധനം. 10 മണി കഴിഞ്ഞാൽ എൻട്രിങ്. ഓക്കെ, ഇത് 10 മണി ഇവിടെയാണ്. 10 മണി കഴിഞ്ഞിട്ടാണ് നമ്മൾ എൻട്രി ചെയ്യുന്നത്. 10:30, 10:45 വരെ നമുക്ക് സമയമുണ്ട് എൻട്രി ചെയ്യാൻ. അപ്പോൾ അപ്പോഴാണ് നമ്മൾ എൻട്രി ചെയ്തേക്കുന്നത്. ഇത്രയും താഴേക്ക് വന്നു. ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഇട്ടവർക്കൊക്കെ നല്ല ഏകദേശം 1 മണിക്ക് സൂപ്പറായിട്ട് അത് താഴേക്ക് വന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കയറി പോകുന്ന പോലെ തോന്നി. പിന്നെ ഇവിടെ നമ്മൾ ബുക്ക് ചെയ്തില്ല എങ്കിൽ ഈ കയറി പോകുന്ന പോലെ തോന്നുമ്പോൾ നമ്മൾ ഇത്രയും പോയിട്ട് ഇതിൻ്റെയൊക്കെ കുറച്ച് മുകളിലിട്ടിട്ട് നമ്മൾ സെൽ ഓർഡർ കൊടുത്തിടണം. കണ്ടോ, അങ്ങനെ എടുത്ത് കൊടുത്താലും ഇവിടെ നമ്മൾ ഈ ക്യാൻറ്റീനിൻ്റെ പകുതി നോക്കുക, പകുതി ഇത്രയും, ഇതിൻ്റെ പകുതി ഇവിടെ. അപ്പം അത് കയറി പോകുന്നതാണ്ട ഇതിൻ്റെ പകുതി അവിടെ വെച്ചെങ്കിലും ഇറങ്ങിപ്പോരുക. കുറച്ച് സമയം ഇഷ്ടംമാതിരി കിട്ടുന്നുണ്ട് പകുതി വെച്ച് ഇറങ്ങിപ്പോരാൻ. നല്ല പ്രോഫിറ്റ്. എത്ര ഇരട്ടി? ഒരു 2-3 ഇരട്ടിയുണ്ട് ഇവിടെ ക്ലിയറായിട്ട് 3 ഇരട്ടി പ്രോഫിറ്റ് ഉണ്ട്. അപ്പം 17-ാം തീയതി പ്രോഫിറ്റ്, 17 പ്രോഫിറ്റ്. അപ്പം നമ്മൾ 13 എൻട്രി എടുത്തു. 13 എൻട്രി നമ്മൾ മാർക്ക് ചെയ്തു. നെക്സ്റ്റ് 18-ാം തീയതി ഇന്നലത്തെ 3. ഇതായി വളാട്ടയില്ല. ഒന്നിവിടെ. അയ്യോ, 3ാമത്തെ ക്യാൻഡിൽ ഇവിടെ. അയ്യോ, ഇത് ഭയങ്കരമാണല്ലോ. 273.70 മുതൽ 277. 1% മുകളിൽ വളാട്ടയിലാണ്. ഇത്ര അങ്ങനെ ഉള്ളപ്പം നോക്കി മാത്രം എൻട്രി എടുക്കുക. നഷ്ടം വരാൻ സാധ്യതയുണ്ട്. ഇത് പക്കാ നഷ്ടമാണ്, നമുക്കറിയാതെ. ഇത് കണ്ടോ, 10 മണി കഴിഞ്ഞ് ഇവിടെ നമുക്കൊരു ബൈ എൻട്രി കിട്ടുന്നുണ്ട്. ഈ ബൈ എൻട്രിയിൽ നമ്മൾ ബൈ എൻട്രി എടുത്തു, സ്റ്റോപ്പ് ലോസ് ഹിറ്റായി താഴെ. അതിലൊന്നും ചെയ്യാനില്ല. അവിടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഒന്നുമില്ല, കാരണം കുറേ മുകളിലേക്ക് പോയാലല്ലേ നമുക്ക് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഇടാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു രക്ഷയില്ല, ഇവിടെ ഹിറ്റായി. അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ സംഭവത്തിൽ നോക്കുക, ഹൈ റിസ്ക് ആണ് ഇവിടെ. ചെറിയ സ്റ്റോപ്പ് ലോസ് നോ പ്രോബ്ലം, ഹിറ്റായിക്കോട്ടെ. ഇതിപ്പം ഏകദേശം ഒരു 3 രൂപയുടെ അടുത്ത് സ്റ്റോപ്പ് ലോസ് ഉണ്ട്. നമുക്ക് പല പ്രാവശ്യം പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എനിവേ ഇതിൽ സ്റ്റോപ്പ് ലോസ് വളരെ വലുതാണ്. ഇറങ്ങിപ്പോകുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത് ഇവിടെയൊക്കെ. സോ ഇതിൽ എൻട്രി എടുക്കുമ്പം
സൂക്ഷിക്കുക. എനിവേ നമുക്കത് ഹിറ്റായി എന്ന് തന്നെ വിചാരിക്കുക. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് 14 ഇടയ്ക്ക് ഹിറ്റാകണമല്ലോ. അപ്പോൾ 2 പ്രാവശ്യമാണ് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റായേക്കുന്നത്. ഓക്കെ, 2 പ്രാവശ്യം ഈ പ്രാവശ്യം ഇതും പിന്നെ ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റും കൂടി ഉണ്ടല്ലോ, ഇതും സ്റ്റോപ്പ് ലോസ് ഹിറ്റായേക്കുന്നത്. സ്മോൾ ലോസ് വന്നേക്കുന്ന ഈ ഒരു സ്ഥലത്താണ് സ്മോൾ ലോസ് വന്നേക്കുന്നത്. ഓക്കെ, ഇവിടെ സ്മോൾ ലോസ്, ബാക്കി 2 സ്റ്റോപ്പ് ലോസ് ഹിറ്റ്. പ്രോഫിറ്റ് എത്രയാണെന്ന് നോക്കിയാൽ ഒരു കോസ്റ്റ് എക്സിറ്റും കൂടി ഉണ്ട്. അതൊന്നും കൂട്ടണ്ട, അതിപ്പം ലോസും ഇല്ല ഒന്നുമില്ലല്ലോ. ഇതും വേണമെങ്കിൽ ഈ സ്മോൾ ലോസ് എന്ന് പറയുന്നത് കോസ്റ്റ് ഈസി ആയിട്ട് എക്സിറ്റ് ആകാമായിരുന്നു. കുറേ നേരമായിട്ടും രക്ഷയില്ലാന്ന് കണ്ടാൽ എക്സിറ്റ് ആകുക, കാരണം പിന്നെ കയറില്ല. ഒരു മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് അത് കയറുന്നില്ല എങ്കിൽ ഓക്കെ, പിന്നെ നോക്കണ്ട, കയറില്ല. അപ്പോൾ അതിൽ എക്സിറ്റ് ആയിക്കൊള്ളുക. ഓക്കെ, നമ്മൾ 14 എൻട്രി എടുത്തതിൽ ഒരെണ്ണം നോ എൻട്രി ആയിരുന്നു. ഒരെണ്ണം എൻട്രി എടുക്കാൻ പറ്റിയില്ല. ഓക്കെ, ഇതാണ് ഞാൻ ഒബ്സർവ് ചെയ്ത കാര്യം. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാതിരിക്കാം. അതൊന്നും എന്താ ചെയ്യുക, അതൊന്നും ഞാൻ പറയില്ല. സ്റ്റഡി ചെയ്യാം. ഓക്കെ, എന്തായാലും ഞാൻ കുറേ മെനക്കെട്ട് സ്റ്റഡി ചെയ്തതിൻ്റെ ഒരു റിസൾട്ട് എല്ലാവർക്കും ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇതൊരു നല്ലൊരു റിസൾട്ട് ആയതുകൊണ്ട്